മാഹി തലശ്ശേരി മേഖലയിലെ 12 വിദ്യാലയങ്ങൾ തമ്മിൽ ദുബായിൽ വെച്ച് നടന്ന കായിക മാമാങ്കത്തിൽ ക്രിക്കറ്റ്, വോളിബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ചാമ്പ്യൻഷിപ്പും ഓവറോൾ കിരീടവും 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും പള്ളൂർ സ്കൂൾ കരസ്ഥമാക്കി. പള്ളൂർ വി എൻ പുരുഷോത്തമൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി MC നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്റെ വിദ്യാലയം എന്റെ അഭിമാനം എന്ന പേരിൽ പൂർവ്വ കായിക താരങ്ങളും പള്ളൂർ സ്കൂൾ ദുബായ് അലൂമിനി അസോസിയേഷനും സംയുക്തമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ജേതാക്കൾക്ക് ലഭിച്ച ട്രോഫികളും 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും സ്കൂളിന് കൈമാറി. കടൽ കടന്നെത്തിയ ട്രോഫികളും പൂർവ്വ കായിക താരങ്ങളുമായ സംവാദവും കുട്ടികൾക്ക് നവ്യാനുഭവമായി. പൂർവ്വ കായിക താരവും ദുബായ് അലൂമിനി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവുമായ അബ്ദുൾ അസീസ് CPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം MC നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന MK ചടങ്ങിൽ മുഖ്യഭാഷണം നടത്തി. പള്ളൂർ സ്കൂളിന്റെ പ്രധാന സ്പോൺസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫർദാൻ TKയുടെ ആശംസാ ഭാഷണം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ജീവിത വിജയം നേടാനുള്ള പ്രചോദനമാണെന്ന് ആശംസാ ഭാഷണത്തിനിടെ ആനന്ദകുമാർ പറമ്പത്ത് അഭിപ്രായപ്പെട്ടു. ഈ കായികമേളയിൽ പള്ളൂർ സ്കൂളിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ഷെറിൻ KC, പൂർവ്വാധ്യാപകരായ MC ലക്ഷ്മണൻ, N ഭാരതൻ, കായികാധ്യാപകൻ PP അനീഷ്, കരാട്ടെ അധ്യാപകൻ സെൻസായി വിനോദ് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുഴപ്പിലങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തറവാട് ഹാപ്പി ഹോം ആൻഡ് ഡയാലിസിസ് സെന്ററിന് പൂർവ്വ വിദ്യാർത്ഥികൾ 1 ലക്ഷം രൂപ ധനസഹായം നൽകി. പ്രസ്തുത ചടങ്ങിൽ തങ്ങൾ ബാലപാഠം പഠിച്ച പള്ളൂർ നോർത്ത് LP സ്കൂളിന് 25,000 രൂപയും സംഭാവനയായി നൽകി. എന്റെ വിദ്യാലയം എന്റെ അഭിമാനം എന്ന പരിപാടിയിൽ കായികാധ്യാപകൻ C സജീന്ദ്രൻ സ്വാഗതവും പ്രധാന അധ്യാപിക ലളിത C നന്ദിയും അറിയിച്ചു. തൃശ്ശൂർ പൂരത്തിന്റെ അതിന് സമാനമായ ഫെസ്റ്റിവൽ ഉണ്ട്. അങ്ങനെ കലാമേളകളുടെയും മറ്റു പരിപാടികളുടെയും അവസരമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ ശൈത്യം തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കുറച്ച് വിഷമമായിരുന്നു. ആദ്യം മറ്റൊരു കളി കാണുവാനാണ് ഞാൻ പോരുന്നതെങ്കിൽ എനിക്ക് ഇത്രയധികം സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല. കളി നടക്കുന്നത് തന്നെ അവിടെ ഏകദേശം 2 മണിയാവും അവസാനിക്കാൻ. ഞാൻ എത്രയോ കാലമായി രാത്രി